പ്രിയമുള്ളവരെ, കവനം എന്നത് എത്രത്തോളം ഹൃദയസ്പർശിയാണ് എന്നതിന് ഇനി മറ്റ് വാക്കുകളൊന്നും വേണ്ട. എന്തുകൊണ്ടും അജേഷൻ ഈ വാക്കുകൾ നമുക്ക് ഒരു കവിയെ കൂടി നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് തന്നു എന്നതാണ് ഏറെ ആഹ്ലാദത്തോടെ, ഏറെ അഭിമാനത്തോടെ പറയാനുള്ളത്. ആ ഭാഷയിൽ തന്നെ എൻ്റെ കണ്ണും നിറഞ്ഞ സെൻറ്റ് ആയി വരികയും ഒടുവിൽ ആ അനുഭവങ്ങളൊക്കെ അവിടെയാണ് ജീവിതം നമ്മെ തൊടുന്നത്. ആ അനുഭവിപ്പിക്കൽ തന്നെയാണ് കവനം എന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഏറെ സന്തോഷം. എനിക്ക് അധികമായിട്ടൊന്നും പറയാൻ ഇപ്പോൾ ഇല്ല, കാരണം പറയാനുള്ളതെല്ലാം എപ്പോഴും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് തന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ രാവുണ്ണി മാഷ് എല്ലാവരോടും കാണിക്കുന്ന സ്നേഹം അത് എന്നോടും ഇത്തിരി കൂടുതൽ കാണിക്കുന്നു എന്നത് ഞാൻ പലപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. അത് ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന ഞാൻ കവിതയൊക്കെ ഇങ്ങനെ എഴുതി നടക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് എന്നെ കവിയാക്കുകയാണ് രാവുണ്ണി മാഷ് അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നത്. അത് കുറേ കവികളുടെ കവിതകൾ പല ഘട്ടങ്ങളിലായി കേൾക്കാനും അതുപോലെ കൂട്ടായ്മയ്ക്കകത്ത് വരുന്ന കവിതകൾ വായിക്കാനും ചിലതൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറയാനും പിന്നെ ഒത്തിരി കൂട്ടുകാരെ, ഈ പ്രിയപ്പെട്ടവരെ, നേരത്തെ അജീഷ് പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിലെ അംഗങ്ങളെ തന്നെ നമുക്ക് കിട്ടുകയാണ്. ഇപ്പോൾ ശ്രീജിത്ത് അരിയല്ലൂർ എന്ന കവി ഈ മലപ്പുറത്തെ പരപ്പനങ്ങാടി ഈ പ്രദേശത്ത് നിന്നാണ്. പക്ഷേ നെയ്യാറ്റിൻകരക്കാരനായ ഞാൻ ശ്രീജിത്തിനെ വ്യക്തിപരമായി കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ സൈക്കിൾ ചവിട്ടുന്ന ആൺകുട്ടി എന്ന പുസ്തകം, പെൺകുട്ടി, ആ പുസ്തകം എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് നെയ്യാറ്റിൻകര. പക്ഷെ അതെടുത്ത് വെച്ച് വായിച്ചിട്ട് ശ്രീജിത്തിനെ ഞാനങ്ങ് ചേർത്ത് പിടിച്ചു. പക്ഷെ ഞാൻ ശ്രീജിത്തിനെ കാണാത്ത ഘട്ടത്തിലും 98-ലൊക്കെ നെയ്യാറ്റിൻകരയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ശ്രീജിത്തിൻ്റെ കവിതകൾ, പ്രത്യേകിച്ച് കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണോ ഇറങ്ങിപ്പോയതെന്ന് നമുക്ക് ചോദിക്കാമല്ലോ. അപ്പോൾ ഇത്തരത്തിലൊക്കെ വരുന്നത്. അപ്പോൾ അക്ഷരങ്ങൾ കൊണ്ട് അകമേ ചേരുന്നവരാണ്. രാവുണ്ണി മാഷിൻ്റെ കവിത ഞാൻ കേരള സർവകലാശാലയിലെ പലത് എന്ന കളക്ഷൻ കേരള യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിൽ പഠിക്കാനുള്ളതിനകത്ത് വന്നപ്പോൾ രാവുണ്ണി മാഷിൻ്റെ കവിത ഞാൻ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ രാവുണ്ണി മാഷിനെ കണ്ടിട്ടില്ല. അപ്പോൾ കവികൾ പരസ്പരം അറിയുന്നത് അക്ഷരങ്ങളിലൂടെയാണ്, അക്ഷരത്തിളക്കങ്ങളിലൂടെയാണ്, കവനത്തിലൂടെ തന്നെയാണ്. അവരുടെ കവനം അതൊരു വലിയ ഒരു പേരാണല്ലോ ഈ കവനം എന്നത് തന്നെ. അപ്പോൾ കവനം നടത്തുന്നയാൾ കവിയായി മാറുന്നുവെങ്കിൽ കവനം നടത്തുന്നതിന് കവി അറിയേണ്ടുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഈ ഭവാനിപ്പുഴ നമ്മൾ വന്നതിൻ്റെ ആ സമയത്ത് കണ്ടു. തിരിച്ച് ഇന്ന് രാവിലെ ഇങ്ങനെ നടന്നു. അപ്പോൾ ഈ നിർത്തുന്നു. അപ്പോൾ ഈ റൂമിലെത്തിയപ്പോൾ എല്ലാവരും കുളിച്ചോ എന്നൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ കുളിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ കുളിക്കാതെയാണ് ഭവാനിപ്പുഴയുടെ അരികിലേക്ക് വന്നത്. തിരിച്ചവിടെ എത്തുമ്പോൾ നമ്മുടെ ജയറാം മാഷും അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ ചെറുപ്പക്കാരനായ കവി ജിനം മാഷും ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ട് വരാം. പക്ഷെ അവിടെ നിന്നപ്പോൾ ഈ പുഴയിലേക്ക് പോയപ്പോൾ നമ്മൾ ഈ ഒഴുകുന്ന ഭവാനിയെ കണ്ടുവെങ്കിലും ഭവാനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന പലതും നമുക്കവിടെ കാണാൻ കഴിയാതെ വന്നു. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് വരി എൻ്റെ കവനമായി ഞാൻ എന്നിൽ വന്നതിനെ ഞാനിവിടെ ഒന്ന് ചൊല്ലി. കുറച്ച് വരിയാണ്, അത് തന്നെയാണ് ഈ കവനത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടൊരുക്കുവാൻ ചെറുതൂവലും തുന്നി കാടുണർന്നപ്പോൾ തന്നെ പറന്നോരമ്മക്കിളി ചുണ്ടിലൊതുക്കി വച്ചെത്രയോ കരുതലിൻ തെൻകനിക്കിനാവുകൾ കാടകം വിളിക്കുന്നു. കൂടൊരുക്കുവാൻ ചെറുതൂവലും തുന്നി കാടുണർന്നപ്പോൾ തന്നെ പറന്നോരമ്മക്കിളി ചുണ്ടിലൊതുക്കി വച്ചെത്രയോ കരുതലിൻ തെൻകനിക്കിനാവുകൾ കാടകം വിളിക്കുന്നു.
മണ്ണിലും മനസ്സിലും ജീവനായി തുടിക്കുമീ പരൽമീൻ കനവിനെ കാടകം വിളിക്കുന്നു. അകവേ തുടിച്ചതിൽ നിറവേഴുമേ ചാലിച്ചുലയും അഴകിനെ കാടകം വിളിക്കുന്നു. അകലങ്ങളിൽ നീളനൊച്ചകൾ കാറ്റിനൊപ്പം പിണഞ്ഞുച്ചത്തിൽ കാടിനകമങ്ങുണർത്തുമ്പോൾ ചുറ്റിലും നീളൻ കൂവൽ മുഴക്കും വഴക്കത്തിൽ അത്രമേൽ തുടിക്കുവാൻ കാടകം വിളിക്കുന്നു. ചുറ്റിലും നീളൻ കൂവൽ മുഴക്കും വഴക്കത്തിൽ അത്രമേൽ തുടിക്കുവാൻ കാടകം വിളിക്കുന്നു. കണ്ണിലോ പൊന്നീച്ചകൾ പറന്നു, കണ്ണിലോ പൊന്നീച്ചകൾ പറന്നു, നക്ഷത്രക്കാർ എണ്ണി എണ്ണി കാടിന്നിങ്ങനെയൊടുങ്ങുമ്പോൾ. കണ്ണിലോ പൊന്നീച്ചകൾ പറന്നു, നക്ഷത്രക്കാർ എണ്ണി എണ്ണി കാടിന്നിങ്ങനെയൊടുങ്ങുമ്പോൾ. ചുറ്റിലും തീക്കോലങ്ങൾ ചുറ്റിയാടുമീ മണ്ണിൻ നീലിച്ച കണ്ണിൽ ചത്ത കാലത്തിൻ പേക്കാഴ്ചകൾ കത്തിച്ചു മിന്നാമിനുങ്ങ പ്രപാളിയിൽ തിരിവെട്ടമാകുവാൻ വീണ്ടും കാടകം വിളിക്കുന്നു. ചുറ്റിലും തീക്കോലങ്ങൾ ചുറ്റിയാടുമീ മണ്ണിൻ, ചുറ്റിലും തീക്കോലങ്ങൾ ചുറ്റിയാടുമീ മണ്ണിൻ നീലിച്ച കണ്ണിൽ ചത്ത കാലത്തിൻ പേക്കാഴ്ചകൾ കത്തിച്ചു മിന്നാമിനുങ്ങ് അഭ്രവാളിയിൽ തിരിവെട്ടമാകുവാൻ വീണ്ടും കാടകം വിളിക്കുന്നു.